ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ തുടങ്ങാം. ബഹുമാനപ്പെട്ട അധ്യക്ഷ, പുതുതായി അധികാരമേറ്റ ഈ സർക്കാരിന്മേലുള്ള വിശ്വാസ വോട്ടെടുപ്പ് ഇന്ന് നടക്കാൻ പോവുകയാണ്. അതിനു മുൻപായി വോട്ടെണ്ണൽ തുടങ്ങി കഴിഞ്ഞ 10 ദിവസമായി ഇന്ന് വരെ ഈ ഭരണത്തിൽ ഓരോ ദിവസവും എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ ചില വിമർശനങ്ങളോടെ ഇവിടെ അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായി, തമിഴക വെട്രിക്കഴകം TVK ഭരണം പിടിക്കാൻ ഭൂരിഭാഗം ജനങ്ങളും നിങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയ വോട്ടുകൾ ഏകദേശം 4,93,25,000 നിലവിലെ ഭരണകക്ഷിക്ക് ലഭിച്ച വോട്ടുകളുടെ എണ്ണം എത്രയാണെന്നറിയാമോ? 1,72,26,000 മാത്രമാണ്. ബാക്കിയുള്ള ഏകദേശം 3,21,00,000 പേരും വിശ്വാസം തേടുന്ന നിങ്ങളുടെ പാർട്ടിക്ക് എതിരെയാണ് വോട്ട് ചെയ്തതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഏകദേശം 65% ജനങ്ങളാൽ നിരാകരിക്കപ്പെട്ട ഒരു ഭരണത്തിന്മേൽ ഞങ്ങൾ മാത്രമല്ല, നിങ്ങൾക്ക് വോട്ട് ചെയ്ത ജനങ്ങൾക്ക് പോലും പടിപടിയായി വിശ്വാസം കുറഞ്ഞു വരികയാണ്. അടുത്തതായി, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഭൂരിപക്ഷത്തിന് ആവശ്യമായ സംഖ്യയാണ് മാജിക്കൽ നമ്പേഴ്സ്. നമ്മുടെ നിയമസഭയിൽ 234 അംഗങ്ങളാണുള്ളത്. മാജിക്കൽ നമ്പർ എന്ന് പറയുന്നത് 118 ആണ്. 118 അംഗങ്ങളുള്ള ഒരു പാർട്ടിക്കോ മുന്നണിക്കോ മാത്രമേ ഭരണം നടത്താൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ വിശ്വാസ വോട്ടെടുപ്പ് തേടുന്ന നിങ്ങളുടെ പാർട്ടിക്ക് ആ സംഖ്യ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. 108 സീറ്റുകൾ മാത്രമാണുള്ളത്. അതും ആ പാർട്ടിയുടെ നേതാവ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, തൻ്റെ വിജയം സംബന്ധിച്ച ആത്മവിശ്വാസമില്ലാത്തതിനാൽ 2 ഇടങ്ങളിൽ മത്സരിക്കുകയും അതിൽ ഒരു സീറ്റ് ഇന്ന് രാജിവെക്കുകയും ചെയ്തിരിക്കുന്നു. ഇതുവരെ ആ മണ്ഡലത്തിലെ ജനങ്ങളെ നേരിട്ട് കണ്ടോ അല്ലെങ്കിൽ ഒരു പ്രസ്താവനയിലൂടെയോ ഒരു നന്ദി പോലും അദ്ദേഹം അറിയിച്ചിട്ടില്ല. അതുമാത്രമല്ല, ഇന്നലെ ഹൈക്കോടതി നൽകിയ വിധിയിൽ ഭരണകക്ഷിയിലെ തിരുപ്പത്തൂർ നിയമസഭാ മണ്ഡലം അംഗം വോട്ടെടുപ്പിൽ പങ്കെടുക്കരുതെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഭരണകക്ഷിക്ക് വെറും 106 സീറ്റുകൾ മാത്രമേ ഉള്ളൂ. എന്നിട്ടും തിരഞ്ഞെടുപ്പിൽ തനിക്കെതിരെ എൻ്റെ നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണിയിൽ മത്സരിച്ച കക്ഷികളെ ഇന്ന് കൂടെ കൂട്ടി ഭരണപക്ഷത്തിനുള്ള കത്ത് ഗവർണർക്ക് നൽകിയാണ് ഇന്ന് ഈ സർക്കാർ രൂപീകരിച്ചിരിക്കുന്നത്. ഈ സർക്കാരിന് ഇന്ന് പിന്തുണ പ്രഖ്യാപിച്ച ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, വിടുതലൈ ചിരുതൈകൾ പാർട്ടി എന്നിവയിലെ ബഹുമാന്യരായ നേതാക്കളെല്ലാം പറഞ്ഞ കാരണം, ഈ സർക്കാരിനെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു എന്ന് അവർ പറയാൻ കാരണം, സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് പുറത്തുനിന്ന് പിന്തുണ നൽകുന്നു എന്നാണ് അവർ വ്യക്തമായി പറഞ്ഞത്. അതേസമയം മറ്റൊന്നും കൂടി അവർ പറഞ്ഞു. ഇപ്പോഴും അവർ എൻ്റെ നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള ദ്രാവിഡ മുന്നേറ്റ കഴകം DMK സഖ്യത്തിൽ തന്നെ തുടരുമെന്ന്. നിങ്ങൾക്ക് പിന്തുണ നൽകുമ്പോൾ അവർ പറഞ്ഞ മറ്റൊരു കാരണവുമുണ്ട്. അത് നമ്മൾ ഓർക്കണം. മതേതര ഭരണം വരണമെന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ എന്താണ് നടന്നത്? നിങ്ങളുടെ നയപരമായ ശത്രു എന്ന് വിശേഷിപ്പിച്ച BJPയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യത്തിൽ മത്സരിച്ച ഒരു MLA ആ പാർട്ടിയുടെ നേതാവ് പോലും അറിയാതെ കള്ളത്തരത്തിലൂടെ ഈ ഭരണത്തിന് പിന്തുണ നൽകാൻ നിങ്ങൾ പ്രേരിപ്പിച്ചു. ഇപ്പോൾ ഞാൻ പറയുന്നത് വളരെ മാന്യമായ രൂപത്തിലാണ്, ഡീസൻ്റ് ആയിട്ടാണ് പറയുന്നത്. ആ പാർട്ടി നേതാവ് പോലും അറിയാതെയാണ് ഈ പിന്തുണ ഉറപ്പാക്കിയത്. ഓക്കെ, ഈ സമയം അംഗം കാമരാജ് തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇരിക്കൂ, നിങ്ങളെയല്ല ഞാൻ പറഞ്ഞത്. ഇരിക്കൂ കാമരാജ്, ബഹുമാനപ്പെട്ട കാമരാജ് ഇരിക്കൂ, നിങ്ങളെയല്ല പറഞ്ഞത്. ഇരിക്കൂ ബഹുമാനപ്പെട്ട അംഗം കാമരാജ്, ഇരിക്കൂ. ഞാനിപ്പോൾ പറഞ്ഞതൊക്കെ വളരെ മാന്യമായ വശമാണ്. ആ പാർട്ടി നേതാവ് ശ്രീ TTV ദിനകരൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? ഭരണത്തിൽ വരുന്നതിന് മുൻപേ കുതിരക്കച്ചവടത്തിൽ ഏർപ്പെടുന്നു എന്നാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞത്. മാറ്റം എന്ന് നിങ്ങൾ പറഞ്ഞു. ഇത് മാറ്റമല്ല, ദുർഗന്ധമാണ് എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്നു. അടുത്തതായി,
BJP നേതൃത്വത്തിലുള്ള NDA സഖ്യത്തിലുള്ള വലിയ പാർട്ടിയായ AIADMK ഇന്ന് ഏകദേശം രണ്ടായി പിളർന്നിരിക്കുകയാണ്. ആ പാർട്ടിയിൽ പിളർപ്പുണ്ടായി. അതിൽ പിളർന്ന ഒരു ഗ്രൂപ്പ് നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. അടുത്തതായി നടന്ന സംഭവമാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ്. പിളർന്ന ഗ്രൂപ്പിലെ ഒരു നേതാവിന്റെ വീട്ടിലേക്ക് പുതിയൊരു സോഫ പോകുന്നു. ആ സോഫയ്ക്ക് പിന്നാലെ നമ്മുടെ തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ മുഖ്യമന്ത്രിയും ആ വീട്ടിലേക്ക് പോകുന്നു. ഭയങ്കരമായ ചേഞ്ച് കൊണ്ടുവരുന്ന നവീനമായ ഭരണം, പുത്തൻ ഭരണം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു. ഇന്ന് പുഷ്പ സിനിമയുടെ ശൈലിയിലാണ് ഭരണം നടക്കുന്നത്. തമിഴ്നാട് ചരിത്രത്തിൽ ആദ്യമായി, എന്തിന് ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒരു കാര്യം നടന്നിരിക്കുന്നു. അതായത് പാർട്ടി മാറുന്നതിന് മുമ്പേ ആ ഗ്രൂപ്പ് നേതാവിന്റെ വീട്ടിൽ പോയി ഇത്ര പരസ്യമായി അവർക്ക് ക്ഷണം നൽകുന്നത് ഇതുവരെ ഇന്ത്യയിൽ ആരും കണ്ടിട്ടില്ല. ഇത് കണ്ടിട്ട് ജനങ്ങൾ ഇന്ന് എന്താണ് ചോദിക്കുന്നത് എന്നറിയാമോ? ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് ഈ ചേഞ്ചിന് പിന്നിൽ വലിയൊരു എക്സ്ചേഞ്ച് ഉണ്ടല്ലോ എന്നാണ് ജനങ്ങൾ സംശയിക്കുന്നത്. ഇങ്ങനെയുള്ള നവീനവും വിചിത്രവുമായ പ്രവർത്തനങ്ങളാൽ വിശ്വാസ വോട്ടെടുപ്പിന് മുമ്പേ ഈ സർക്കാർ തങ്ങൾക്ക് വോട്ട് ചെയ്ത ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. ഇവർക്ക് പിന്തുണ നൽകിയ ജനങ്ങളുടെ സഖ്യകക്ഷികളുടെ വിശ്വാസത്തെയും ഇത് പടിപടിയായി തകർക്കുകയാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് അഴിമതി ശക്തി എന്ന് നിങ്ങൾ ഞങ്ങളെ വിമർശിച്ചു പറഞ്ഞു. എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ജനങ്ങൾ നിങ്ങളെ നോക്കി ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവർ ചോദിക്കുന്നത് എന്താണെന്നറിയാമോ? ആ അഴിമതി ശക്തികളോടൊപ്പം ചേർന്നിരിക്കുന്ന ഭരണകക്ഷിയെ ഇനി എന്ത് ശക്തി എന്നാണ് വിളിക്കാൻ പോകുന്നത്? ക്ലീൻ ഗവൺമെന്റ് എന്ന് പറഞ്ഞു. ഇതാണോ നിങ്ങളുടെ ക്ലീൻ ഗവൺമെന്റിന്റെ ലക്ഷണം എന്ന് ജനങ്ങളാണ് ചോദിക്കുന്നത്. നിങ്ങൾ കൂവത്തൂരിനെയും അതിശയിപ്പിക്കുന്ന തരത്തിൽ കാണിച്ചു കൂട്ടുന്ന കോമാളിത്തരങ്ങൾ ഇങ്ങനെ കാണേണ്ടി വരുമ്പോൾ ഈ സർക്കാർ എത്ര നാൾ നിലനിൽക്കും എന്ന സംശയം ജനങ്ങളിൽ വളരാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യത്തെ കോട്ടം മുഴുവൻ കോട്ടം എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ എല്ലാ നടപടികളും ഇന്ന് മീം കണ്ടന്റായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പേര് പറയാൻ പോലും മടിച്ച ആ മറ്റു ചിലർ പാർട്ടിയിൽ നിന്ന് ചിലർ ഇന്നലെ അദ്ദേഹത്തെ കണ്ടിരുന്നു. അദ്ദേഹവും അവരും തമ്മിൽ ഒരു മീറ്റിംഗ് നടന്നു. ആ മറ്റു ചിലരിൽ നിന്ന് ചിലർ മന്ത്രിമാരായി വരാൻ സാധ്യതയുണ്ടെന്നും വാർത്തകൾ വരുന്നുണ്ട്. ആ ഭാവിയിലെ മറ്റു ചിലർ മന്ത്രിമാർക്ക് ഞങ്ങളുടെ മുൻകൂർ ആശംസകൾ. അന്ന് പേര് പോലും പറയാൻ മടിച്ച പാർട്ടിയിൽ നിന്നാണ്, BJPയുടെ സപ്പോർട്ടുള്ള പാർട്ടിയിൽ നിന്നാണ് ഇന്ന് മന്ത്രിമാർ വരെ വരുന്നു എന്ന് കേൾക്കുന്നത്. എന്തായാലും ഞങ്ങളുടെ മുൻകൂർ ആശംസകൾ. ഇങ്ങനെ ഞങ്ങളുടെ സഖ്യകക്ഷികൾ ഉണ്ടായിരുന്ന പാർട്ടികളിൽ നിന്നും മറ്റു ചിലർ എന്ന് പറയപ്പെടുന്ന പാർട്ടികളിൽ നിന്നും കടം വാങ്ങിയ MLA-മാരെ വെച്ചാണ് ഇന്ന് ഈ സർക്കാർ നടക്കുന്നത്. ഇങ്ങനെ MLA-മാരെ കടം വാങ്ങി ഭരണം നടത്തുന്ന മുഖ്യമന്ത്രി താൻ നൽകിയ വ്യാജ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ഉടൻ മുൻ സർക്കാർ, അതായത് ഞങ്ങളുടെ സർക്കാർ, വികസനത്തിനായി വാങ്ങിയ കടത്തെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ നൽകി ജനങ്ങളെ വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുകയാണ്. ഭൂരിപക്ഷമില്ലാത്ത, രാഷ്ട്രീയത്തിൽ അടിസ്ഥാനപരമായ സത്യസന്ധതയില്ലാത്ത ഈ സർക്കാർ നല്ല ഭരണം കാഴ്ചവെക്കുമെന്നോ തമിഴ്നാട് ജനതയുടെ അവകാശങ്ങൾക്കായി പോരാടുമെന്നോ ജനങ്ങൾക്ക് ഇപ്പോൾ ഒട്ടും വിശ്വാസമില്ല. പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇവിടെ രേഖപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് വോട്ട് ചെയ്ത ജനങ്ങൾ പോലും ഇപ്പോൾ നടക്കുന്നതൊക്കെ കണ്ടിട്ട് ഒരു വലിയ തെറ്റ് ഞങ്ങൾ ചെയ്തു പോയോ എന്ന് വിഷമിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ജനങ്ങളുടെ ആ വികാരം പ്രകടിപ്പിക്കുന്നതിനായി ഈ വോട്ടെടുപ്പിൽ പങ്കെടുക്കാതെ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിലെ സഹോദരങ്ങളായ ഞങ്ങൾ അംഗങ്ങൾ നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. ഞങ്ങൾ പുറത്തേക്ക് പോയാലും സഭയിലെ ഞങ്ങളുടെ അംഗങ്ങളുടെ എണ്ണം കുറഞ്ഞാലും നിങ്ങൾ ഈ വോട്ടെടുപ്പിൽ വിജയിക്കുക തന്നെ ചെയ്യും. അത് ഞങ്ങൾക്കറിയാം. അങ്ങനെ വിജയിച്ചതിന് ശേഷമെങ്കിലും ജനങ്ങളുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്ന രീതിയിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാവട്ടെ. അതിനായി അധ്വാനിക്കുക കൂടി ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളുടെ നേതാവ് ശ്രീ മുത്തുവേൽ കരുണാനിധി സ്റ്റാലിൻ കഴിഞ്ഞ 5 വർഷമായി ഓരോ കുടുംബത്തിനും കൃത്യമായ കരുതലോടെ പദ്ധതികൾ നടപ്പിലാക്കി നൽകി വരുന്നുണ്ട്. ആ പദ്ധതികളൊക്കെ നിങ്ങൾ തുടരണം. ദയവായി അതിൽ രാഷ്ട്രീയം കലർത്തരുത്. കാരണം ഈ മാസം 15-ാം തീയതി കലൈഞ്ഞർ മകളിർ ഉറുമൈത്തൊകൈ, അതായത് സ്ത്രീകളുടെ അവകാശത്തുക എന്ന പേരിൽ 1,31,00,000 അമ്മമാർ കാത്തിരിക്കുകയാണ്. അത് വരുമോ എന്നവർ ഉറ്റുനോക്കുന്നു.
അതുപോലെ പുതുമൈ പെൺ പദ്ധതി, തമിഴ് പുതൽവൻ പദ്ധതി എന്നിവയിലൂടെ കോളേജിൽ പോകുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട വിദ്യാഭ്യാസ ധനസഹായം 7-ാം തീയതി നൽകേണ്ടതായിരുന്നു. ഇതുവരെ ലഭിച്ചിട്ടില്ല. അവരും കാത്തിരിക്കുകയാണ്. ഇപ്പോൾ സ്കൂൾ അവധിയാണെങ്കിലും ജൂൺ 2-ാം തീയതി സ്കൂൾ തുറക്കുകയാണ്. അപ്പോൾ പ്രഭാത ഭക്ഷണ പദ്ധതിക്കായി വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്നു. ഇങ്ങനെ നിരവധി പദ്ധതികളുണ്ട്. ഞാൻ മുതൽവൻ പദ്ധതി, തായ് മാനവർ, അൻപ് കരങ്ങൾ എന്നിങ്ങനെ വിവിധ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഞങ്ങൾക്കതെല്ലാം ലഭിക്കുമോ ഇല്ലയോ, കൂടുതൽ മെച്ചപ്പെട്ട എന്തെങ്കിലും ലഭിക്കുമോ എന്നൊക്കെ അവർ ചിന്തിച്ചിരിക്കുകയാണ്. ഈ സർക്കാർ എന്ത് ചെയ്യാൻ പോകുന്നു എന്നവർ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അധികാരമേറ്റയുടൻ തന്റെ ആദ്യ പ്രസംഗത്തിൽ സമയം വേണമെന്ന് ആവശ്യപ്പെട്ടു. തീർച്ചയായും സമയമെടുത്തോളൂ. എന്നാൽ കാത്തിരിക്കുന്ന ആരെയും ഒരുപാട് കാലം കാത്തിരിപ്പിക്കരുത്. അതുമാത്രമല്ല, തെരഞ്ഞെടുപ്പിന് മുമ്പ് ആകർഷകമായ ഒട്ടനവധി വാഗ്ദാനങ്ങൾ നിങ്ങൾ നൽകിയിട്ടുണ്ട്. ജനങ്ങൾ അതും ഓർക്കുന്നുണ്ട്, മറന്നിട്ടില്ല. സ്ത്രീകൾക്ക് മാസം 2500 രൂപ, വർഷത്തിൽ 6 സിലിണ്ടർ, താലിക്ക് സ്വർണം, മോതിരം, പട്ടുസാരി, തൊഴിലില്ലാത്ത യുവാക്കൾക്ക് സഹായധനം എന്നിങ്ങനെ ആ പട്ടിക നീണ്ടു പോകുന്നു. അതിൽ ചില വാഗ്ദാനങ്ങളെങ്കിലും ആദ്യത്തെ ഒപ്പിടലിലൂടെ നിങ്ങൾ നടപ്പിലാക്കുമെന്ന് ജനങ്ങൾ പ്രതീക്ഷിച്ചു. വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ പ്രായോഗികമായി നടപ്പിലാക്കാൻ കഴിയുന്നത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എന്ന് എല്ലാ യോഗങ്ങളിലും നിങ്ങൾ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് വേഗത്തിൽ ഒന്ന് ചെയ്തു കാണിക്കൂ. ഈ സമയത്ത് ഞങ്ങളുടെ ദ്രാവിഡ മോഡൽ ഭരണത്തെക്കുറിച്ച് ഒരു കാര്യം മാത്രം സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഭരണത്തിൽ വരുമ്പോൾ 2021 കടുത്ത കോവിഡ് കാലമായിരുന്നു. 2-ാം തരംഗം. കോവിഡിന്റെ 2-ാം തരംഗത്തിലായിരുന്നു ഞങ്ങൾ ഭരണത്തിലേറുന്നത്. അന്ന് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ച എത്രയായിരുന്നു എന്നറിയാമോ? വെറും 0.7% മാത്രമായിരുന്നു. ആ സാഹചര്യത്തിലും ഞങ്ങളുടെ നേതാവ് മുഖ്യമന്ത്രി തന്റെ ആദ്യത്തെ ഒപ്പിലൂടെ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര ഉറപ്പാക്കുന്ന വിടിയൽ പയണ തിട്ടം നൽകി. ആദ്യ ദിവസം തന്നെ എല്ലാ കുടുംബങ്ങൾക്കും 4000 രൂപ ലോക്ക്ഡൌൺ സഹായം നൽകി. ആവിൻ പാൽ വില കുറച്ചു. ഇങ്ങനെ ആദ്യ ദിവസം തന്നെ 5 ഫയലുകളിൽ ഒപ്പിട്ടു. ഒരു മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞതുപോലെ പെട്രോൾ വില ലിറ്ററിന് 3 രൂപ കുറയ്ക്കാനുള്ള ഉത്തരവും മുഖ്യമന്ത്രി പുറപ്പെടുവിച്ചു. ഇങ്ങനെ കഠിനമായി അധ്വാനിച്ചതുകൊണ്ടാണ് 5 വർഷം പൂർത്തിയാകുമ്പോൾ ഇന്ത്യയിലെ തന്നെ സാമ്പത്തിക വളർച്ചയിൽ 1-ാം നമ്പർ സംസ്ഥാനമായി തമിഴ്നാടിനെ മാറ്റാൻ ഞങ്ങളുടെ നേതാവിന് കഴിഞ്ഞത്. ഞങ്ങൾ 1-ാം നമ്പർ സംസ്ഥാനമാക്കി മാറ്റിയിട്ടാണ് ഭരണം വിട്ടുപോയിരിക്കുന്നത്. നിങ്ങളുടെ ഭരണത്തെ സംബന്ധിച്ചിടത്തോളം ഇൻസ്റ്റാഗ്രാമിലെ വെറും റീൽസ് ഭരണം മാത്രമായിരിക്കാതെ റിയൽ ഭരണമായി കൊണ്ടുപോകൂ. അതുമാത്രമാണ് ജനങ്ങളുടെ ആവശ്യം. ഞങ്ങളുടെ നേതാവ് ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന്റെ അധ്യക്ഷൻ മുത്തുവേൽ കരുണാനിധി സ്റ്റാലിന്റെ നിർദ്ദേശപ്രകാരം നിങ്ങൾ ഭരണം തുടരുന്നതിന് തടസ്സമാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ആ നിലയിൽ നിയമസഭയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിപ്പോകുക മാത്രം ചെയ്യുന്നു. നന്ദി, വണക്കം.